ഫുഡ് കഴിക്കണം. മുനീർക്കട പരിപാടി കഴിച്ചു. റമിയുടെ കാർണിവൽ ആയിക്കോട്ടെ, മെഹന്തി നൈറ്റ് ആയിക്കോട്ടെ, നിക്കാഹ്, റിസപ്ഷൻ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് കുറേ പറഞ്ഞൊക്കെ ചെയ്തത് എനിക്ക് തോന്നുന്നു കാർണിവലും ഞാനൊരു ഇൻട്രോവും കൺക്ലൂഷനും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിക്കാനായിക്കോട്ടെ റിസപ്ഷൻ ആയിക്കോട്ടെ അങ്ങനെ ഒന്നും തരാൻ പറ്റിയില്ല. കാരണം ഭയങ്കര തിരക്കായിപ്പോയി എല്ലാം കൊണ്ടും. സോ എനിക്ക് അങ്ങനെ എവിടെയും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. സന്തോഷത്തിന് പുറമെ ഭയങ്കര ഇമോഷണലാണ്. എനിക്കിപ്പോഴും അതിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കിങ്ങനെ ഉള്ളിലൊരു സങ്കടം വരുന്നുണ്ട് ചെറുതായിട്ട്. എന്താ അറിയില്ല, എന്തോ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ അവൾക്കൊരു ലൈഫ് കിട്ടി. മുനീർക്കയാണേലും. സോ അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ എനിക്കങ്ങനെ ഒന്നും തന്നെ സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എല്ലാം അത്യാവശ്യം ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് അവർക്ക് തന്നെ ഈ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ എനിക്കെന്നെ കാണുമ്പോൾ അതൊരു ഇതാക്കാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഐശുവിൻ്റെ വീഡിയോ സംബന്ധി ഞാൻ പറഞ്ഞാണ്. ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ദിവസങ്ങളായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാം ഇന്നത്തോടെ കഴിഞ്ഞ്. ഇന്ന് മുനീർക്കട അവിടെ റിസപ്ഷൻ ആയിരുന്നു. അതും ഇന്ന് കഴിഞ്ഞു. ആ വീഡിയോസ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. സോ എനിക്ക് അതുകൊണ്ട് ഞാനൊരു കൺക്ലൂഷൻ കൊടുക്കാൻ ഞാനൊന്നും നിങ്ങളെ വെൽക്കം ഒന്നും ചെയ്തില്ല. നേരെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക ചെയ്ത്. എന്നാലും നിങ്ങളിതൊക്കെ അത്യാവശ്യം വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ റമി കല്യാണം കഴിച്ചു. ഞങ്ങളുടെ കയ്യിൽ ഒരാൾ ആദ്യം കല്യാണം കഴിച്ചു, രണ്ടാമത്തെ ആൾ എൻഗേജ്ഡായി. ഇനി അങ്ങനെ എന്തായാലും നല്ല സന്തോഷമാണ്. അവർ ഹാപ്പി ആയിരിക്കട്ടെ. ആഗ്രഹിച്ച പോലെ തന്നെ അവർക്ക് ലൈഫ് പാർട്ട്ണറിനെയൊക്കെ കിട്ടി. സോ അതന്നെ. അപ്പോൾ ഇന്ന് റിസപ്ഷനൊക്കെ കഴിഞ്ഞ് മുനീർക്കടയുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തി. ഞാൻ അന്ന് ഐശുവിൻ്റെ എൻഗേജ്മെൻറ്റ് തലേ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോഴാണ് 5-6 ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. നല്ല ഹാപ്പിയാണ്. സോ നിങ്ങൾ ഈ എല്ലാ വീഡിയോസും കാണണം. അവരെ മേ ബി നിങ്ങൾക്ക് പേഴ്സണലി അറിയണം എന്നില്ല, എന്നാൽ പോലും നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതൊന്നും അധികം വിഷ്വൽസ് ഒന്നും എനിക്ക് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. പിന്നെ കുറേ റമിയുടെ ഫ്രണ്ടും എൻ്റെ ഫ്രണ്ടും അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. കാരണം ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യണം എന്നായിരുന്നു. കുറേ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ വീഡിയോസ്. അങ്ങനെ തീർന്നു. അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞ എൻഗേജ്മെൻറ്റിന് ഞാനങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു വർഷം അടുത്ത ജാനുവരി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് റമിയുടെ ആവും. ഡിസംബറിൽ തീർന്നു. ഹായ് നൈസ്, സൂപ്പറായി. എന്തായാലും അടിപൊളിയായി. എല്ലാ ഫ്രണ്ട്സും സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് സാറും എല്ലാം നിങ്ങൾ ഓരോന്നായി കണ്ടിട്ടുണ്ടാവും. ഫോട്ടോസ് ആയിക്കോട്ടെ, എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നൊരു ഫോട്ടോസും വീഡിയോസും. എനിക്ക് ഇപ്പോഴാണ് ഞാൻ മെഹന്തി നൈറ്റ് കാർണിവൽ വരെ എഡിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ ഒന്നിനും സമയം ഇത് റമിയിട്ടെന്നതാ. ഇത് ഷെറി, അവളും ഷെറി തന്നെ ഇതിട്ടെന്ന്. മൈലാഞ്ചിക്ക് ആ ദിവസം ഇട്ടത്. ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. ഉറങ്ങണം. അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ആയിരുന്നു. വെഡ്ഡിങ് വീഡിയോസ് കുറേ നിങ്ങൾ കണ്ടു. വെഡ്ഡിങ്, എൻഗേജ്മെൻറ്റ് എല്ലാം അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട് ഞാൻ മാക്സിമം. എങ്ങനെയൊക്കെയോ എനിക്കതൊരു മെമ്മറി ആയി വെക്കണം എന്നുള്ളത് അങ്ങനെ കഴിഞ്ഞു. അറ്റ് ലാസ്റ്റ് അത് അവസാനിച്ചു. അത് സംഭവിച്ചു. നടക്കും. എല്ലാവരും വീഡിയോസ് കാണണം. കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി വീഡിയോസൊക്കെ കാണണം. നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു രസം ഉണ്ടാവും കാണുമ്പോൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് സൂൺ വരുന്നതാണ്. എന്താ വരാൻ പോകണമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ അടുത്ത വീഡിയോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വരാം. ദിവസം എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത് വെച്ചാൽ അങ്ങനെ വരാം. സോ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്, ഐ ലവ് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യൂ. കാണൂ നിങ്ങളൊക്കെ. ഞാൻ അത്യാവശ്യമൊക്കെ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. അകപ്പാടൊരു അപ്പോൾ ബൈ ഗൈസ്. അധികം ഒന്നും പറഞ്ഞ് ഇതാക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ്. മൊത്തത്തിലൊരു സന്തോഷമുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു. ഞങ്ങൾക്ക് ബിസിയായ ദിവസങ്ങളായിരുന്നു. ഇനിയും കുറച്ച് തിരക്കുകളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇനി വെഡ്ഡിങ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അല്ലാണ്ട് നമ്മുടെ
എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ പരമായി നമുക്ക് കുറച്ച് തിരക്കുകളുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇനി പോയി ഒന്ന് ഫ്രഷൊക്കെ ആയി റെസ്റ്റ് എടുക്കണം. നല്ലോണം ഉറങ്ങിയിട്ടില്ല, ക്ഷീണമായിരുന്നു. ഇതിൽ കുറേ സമയമൊക്കെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും രസമായിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ബൈ ഗൈസ്.